Hi everyone, welcome to One Stop Mathematical Solution. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സെറ്റ് എക്സാം ജൂലൈ 2017 ക്വസ്റ്റ്യൻ പേപ്പറാണ്. First question 25. Find n of gamma at 0 where gamma is the curve given by gamma of t is equal to e raised to 4 pi I t 0 less than or equal to t less than or equal to 1. സോ നമുക്കൊരു കേർവ് തന്നിട്ടുണ്ട് ഗാമ. അങ്ങനെയാണെങ്കിൽ എൻ ഗാമ അറ്റ് സീറോൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. n of gamma at a is the number of times the curve gamma revolves around the point a in anti-clockwise direction. That is n gamma at a എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ഈ ഗാമ എന്ന് പറയുന്ന കർവ് ഈ പോയിൻ്റ് എന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്, അത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കണം. സോ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് എൻ ഗാമ അറ്റ് സീറോ എന്നാണ് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സോ ഗാമ ഓഫ് ടീൻ്റെ കർവ് നമ്മൾ എങ്ങനെയാണെന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു 4 pi I t തന്നുണ്ട്. സോ ഇതെന്ന് പറയുന്നത് നമുക്കറിയാം സർക്കിൾ ഓഫ് റേഡിയസ് 1 ആൻഡ് ആംഗിൾ എന്ന് പറയുന്നത് ലൈസ് ബിറ്റ്വീൻ 0 and 4 pi ആണ്. നമുക്കറിയാം ഒരു സർക്കിളിൻ്റെ ഒരു റെവല്യൂഷന് വേണ്ടി നമുക്ക് വേണ്ട ആംഗിൾ 2 pi ആണ്. സോ ഇവിടെ നമുക്ക് 4 pi ഉണ്ട്. സോ 2 റെവല്യൂഷനാണ് ഉള്ളത്. സോ 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇൻസൈഡ് ദ സർക്കിളാണ് വിത്ത് റേഡിയസ് 1. സോ ഈ ഗാമ എന്ന് പറയുന്നത് ആ പോയിൻറ്റിനെ 2 പ്രാവശ്യം റിവോൾവ് ചെയ്യുന്നുണ്ട് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദെയർഫോർ എൻ ഓഫ് ഗാമ അറ്റ് 0 എന്ന് പറയുന്നത് ഈക്വൽ ടു 2. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് തേർഡ് വൺ ആണ്. Next question 33. The number of homomorphism from additive group Q plus of rationals to additive group Z plus of integer S. സോ നമുക്ക് റാഷണൽസിൽ നിന്ന് ഇൻറ്റിജേഴ്സിൽ എത്ര ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ ഡയറക്റ്റ്ലി ഞാനൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ നമ്പർ ഓഫ് ഹോമോമോർഫിസം ഫ്രം ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ടു എനി ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഇസ് ഓൾവേസ് 1. നമുക്കറിയാം ഇസഡ് പ്ലസ് എന്ന് പറയുന്നത് ഒരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ് വിത്ത് ജനറേറ്റേഴ്സ് പ്ലസ് ഓർ മൈനസ് 1. സോ ഇവിടെ നമുക്ക് ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ടു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ് നമ്പർ ഓഫ് ഹോമോമോർഫിസം വേണ്ടത്. സോ ആ നമ്പർ ഓഫ് ഹോമോമോർഫിസം എന്ന് പറയുന്നത് 1 ആണ് ഈ കോൺസെപ്റ്റ് വെച്ചിട്ട്. സോ നമ്മുടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. Next question 38. The order of the group of units in the ring is at 25 of integers mod 25s. സോ Z25 നമ്മൾ യൂണിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഓർഡറാണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് നമുക്ക് Z25 എത്ര യൂണിറ്റ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമ്മളിതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. ഇസഡനിലെ യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഇസഡനിലെ ഏതൊക്കെ എലമെൻസിനാണോ GCD വിത്ത് റെസ്പെക്ട് ടു n 1 ആകുന്നത് അതാണ് നമ്മുടെ യൂണിറ്റ്സ്. ഈക്വലൻ്റ് നമുക്ക് പറയാം GCD ഓഫ് എക്സ് എൻ നോട്ട് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ എലമെൻറ്റ്സ് ഒക്കെ നോട്ട് യൂണിറ്റ്സ് ആയിരിക്കും. അത് പ്രിസൈസ്ലി നമ്മുടെ 0 ഡിവൈസസ് ഓഫ് ഇസഡൻ ആയിരിക്കും. സോ ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ Z25 നോൺ യൂണിറ്റ്സ് കണ്ടുപിടിക്കുകയാണ്. ബിക്കോസ് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ആൻഡ് ആ നമ്പർ ഓഫ് യൂണിറ്റ്സ് നമ്മൾ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ്സ് കിട്ടും. സോ നോൺ യൂണിറ്റ്സ് ഓഫ് Z25 എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് GCD ഓഫ് എക്സ്, 25 നോട്ട് ഈക്വൽ ടു 1. സോ അതെന്ന് പറയുന്ന എലമെൻറ്റ്സ് 5, 10, 15, 20 ആണ്. സോ നമുക്ക് കിട്ടുന്നത് 4 നോൺ യൂണിറ്റ്സ് ആണ്. സോ ഈ 4 നോൺ യൂണിറ്റ്സിന് ഞാൻ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് നിന്ന് മൈനസ് ചെയ്യുകയാണ്. സോ ദെയർഫോർ ഓർഡർ ഓഫ് ഗ്രൂപ്പ് ഓഫ് യൂണിറ്റ്സ് ഈക്വൽ ടു 25 - 4. നമ്മൾ ഒരു നമ്പറും കൂടി മൈനസ് ചെയ്താലേ കറക്റ്റായിട്ടുള്ള വാല്യൂ കിട്ടുള്ളൂ. സോ അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 20 ആണ്. സോ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്. Next question 39. Let alpha is equal to square root 2 and beta is equal to cube root of 2. Then degree of q of alpha comma beta is to qs. സോ നമുക്ക് ആൽഫയും ബീറ്റയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡിഗ്രിയാണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. Degree of L is to K is equal to degree of L is to J into J is to K, where L should be a subset of J, J should be subset of K. And degree of Q of root m K root n K is to Q of root n K എന്ന് പറയുന്നത് ഈക്വൽ ടു m ആണ്. നോട്ട് ദാറ്റ് GCD ഓഫ് എമ്മും എന്നും ഈക്വൽ ടു 1 ആയിരിക്കണം. ആൻഡ് Q of root n K is to Qൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു n ആണ്.
സോ ഇത് ഡയറക്റ്റ്ലി ഈ ഫോർമുലാസ് യൂസ് ചെയ്താണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ക്യൂ ഓഫ് ആൽഫ കൊമ ബീറ്റ ഇസ് ടു ക്യൂവിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. സോ ഞാൻ ഫസ്റ്റ് കോൺസെപ്റ്റ് വെച്ചിട്ട് ഞാൻ ഇതിന് സ്പ്ലിറ്റ് ചെയ്യാണ്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ആൽഫ ബീറ്റ ഇസ് ടു ക്യൂ ഓഫ് ബീറ്റ ഇൻറ്റു ക്യൂ ഓഫ് ബീറ്റ ഇസ് ടു ക്യൂ. ബിക്കോസ് നമുക്കറിയാം ക്യൂ ഓഫ് ആൽഫ ബീറ്റ ഇസ് സബ്സെറ്റ് ഓഫ് ക്യൂ ഓഫ് ബീറ്റ ആൻഡ് ക്യൂ ഓഫ് ബീറ്റ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ക്യൂ ആണ്. അപ്പോൾ ഞാൻ ആൽഫ ബീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ആൽഫ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് 2ഉം ബീറ്റ എന്ന് പറയുന്നത് ക്യൂബ് റൂട്ട് 2 ആണ്. സോ നമുക്ക് ചെയ്യുമ്പോൾ ഇത് കിട്ടും. സോ ഞാൻ ഇപ്പോൾ സെക്കൻഡ് കോൺസെപ്റ്റും ആൻഡ് തേർഡ് കോൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ ക്യൂ ഓഫ് റൂട്ട് 2 കൊമ ക്യൂബ് റൂട്ട് ഓഫ് 2 ഇസ് ടു ക്യൂ ഓഫ് ക്യൂബ് റൂട്ട് ഓഫ് 2 എന്ന് പറയുന്നത് 2 ആണ് ഈ സെക്കൻഡ് കോൺസെപ്റ്റ് വെച്ചിട്ട്. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3 ആണ് തേർഡ് കോൺസെപ്റ്റ് വെച്ചിട്ട്. സോ 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 6. സോ ഇതിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് 6 ആണ്. സോ ഇപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 4th one ആണ്. Next question, question 42. Let A be a 4x4 matrix which is nilpotent. Then which of the following is not true for A? So നമുക്കൊരു nilpotent matrix എന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൽ കോൺസെപ്റ്റ്സ് നോക്കാം. സോ നമുക്കറിയാം nilpotent matrixന് ട്രേസും ഡിറ്റർമിനൻ്റും എപ്പോഴും 0 ആയിരിക്കും. ആൻഡ് ഡിറ്റർമിനൻ്റ് നമുക്കറിയാം ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് ആണ്. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സ് നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആയാൽ നമ്മുടെ റാങ്ക് ഓഫ് ദ മെട്രിക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ദ ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആയിരിക്കും. സോ നമുക്കിവിടെ എ എന്ന് പറയുന്നത് 4x4 മെട്രിക്സ് വിച്ച് ഇസ് nilpotent ആണ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആണ്, ട്രേസ് ഈക്വൽ ടു 0 ആണ്. ഡിറ്റർമിനൻ്റ് 0 ആയതുകൊണ്ട് എ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ ആണ്. ഡിറ്റർമിനൻ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഈഗൻ വാല്യൂസ് ആണ്. ഡിറ്റർമിനൻ്റ് 0 ആയതുകൊണ്ട് 0 ഒരു ഈഗൻ വാല്യൂ ആണ്. ആൻഡ് ഡിറ്റർമിനൻ്റ് ഈക്വൽ ടു 0 ആയാൽ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർഡർ ആണ്. സോ റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ 4. സോ നമുക്കിവിടെ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് 2 മാത്രമാണ്. സോ 2 ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. Next question, question 43. Let A is equal to Aij be a 10x10 matrix where Aij is equal to 1 if I less than j, 0 otherwise. Then determine A is equal to. സോ നമുക്കൊരു 10x10 മാട്രിക്സ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ് നമുക്ക് വേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു ജനറൽ 10x10 മാട്രിക്സ് ഡിഫൈൻ ചെയ്യുകയാണ്. ഇങ്ങനെയാണ്. സോ A11, A12, A13 എക്സെട്ര അപ് ടു A110, A21, A22, A23, A210 എക്സെട്ര അപ് ടു A101, A102, A103 എക്സെട്ര അപ് ടു A110. സോ I ലെസ് ദാൻ ജെയിന് നമ്മൾ 1 ഇട്ട് കൊടുക്കുകയാണ്. ആൻഡ് ഓൾ അതർ കേസിന് നമ്മൾ 0 ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ നോക്കുമ്പോൾ നമുക്ക് I ഈക്വൽ ടു ജെ ആണ് കിട്ടുന്നത്. സോ ഇവിടെ നമ്മൾ 0 കൊടുക്കുക. ഇവിടെ I ലെസ് ദാൻ ജെ ആണ്. സോ 1. ഇവിടെ I ലെസ് ദാൻ ജെ 1. സോ ബാക്കി എല്ലാത്തിനും നമ്മൾ 1 കൊടുക്കും. സോ ഇവിടെ 2 ഇസ് ഗ്രേറ്റർ ദാൻ 1, ദാറ്റ് ഇസ് I ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ഇവിടെ നമ്മൾ 0 കൊടുക്കുക. 2 ഇസ് ഈക്വൽ ടു 0. ബാക്കി എല്ലാത്തിനും 1 കൊടുക്കുക. സോ അങ്ങനെ കൊടുത്തു വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു മാട്രിക്സ് ആണ് കിട്ടുന്നത്. നോക്കുമ്പോൾ നമുക്ക് ലാസ്റ്റ് റോ എല്ലാ എലമെൻറ്റ്സും നമുക്ക് 0 ആണ്. സോ നമുക്കറിയാം ഒരു റോയിൽ എല്ലാ എലമെൻറ്റ്സും 0 ആയിക്കഴിഞ്ഞാൽ ആ മാട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 ആണ്. സോ നമുക്കിവിടെ ഡിറ്റർമിനൻ്റ് A ഈസ് ഈക്വൽ ടു 0 കിട്ടും. സോ നമ്മുടെ ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. Next question, question 60. The Wronskian of the two functions y1 equal to e power minus x and y2 is equal to x e power minus x is. നമുക്ക് 2 ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിൻ്റെ Wronskian ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കോൺസെപ്റ്റ്സ് നോക്കാം. The Wronskian of functions y1, y2 എക്സെട്ര അപ് ടു y3, yn എന്ന് പറയുന്നത് denoted by w of y1, y2 etc. up to yn is equal to determinant of y1, y2, y3 etc. up to yn, y1 prime, y2 prime, y3 prime etc. up to yn prime etc. up to y1 n minus 1 prime, y2 n minus 1 prime, y3 n minus 1 prime, yn n minus 1 prime. So y1 n minus 1 prime എന്ന് പറയുന്നത് n minus 1th ഡെറിവേറ്റീവ് ഓഫ് y1 ആണ്. സോ ഇവിടെ നമുക്ക് 2 ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. സോ Wronskian ഓഫ് y1, y2 ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് y1, y2, y1 പ്രൈം, y2 പ്രൈം ആണ് കിട്ടുന്നത്. y1 ഇസ് ഈക്വൽ ടു e പവർ മൈനസ് എക്സ് ആണ് ആൻഡ് y2 ഇസ് ഈക്വൽ ടു x e പവർ മൈനസ് എക്സ് ആണ്. w ഓഫ് e പവർ മൈനസ് എക്സ്, x e പവർ മൈനസ് എക്സ് ഈക്വൽ ടു
ഇ പവർ മൈനസ് എക്സ് എക്സ് ഇ പവർ മൈനസ് എക്സ്. y1 പ്രൈം എന്ന് പറയുന്നത് y1ൻ്റെ ഡെറിവേറ്റീവ്. സോ മൈനസ് ഇ പവർ മൈനസ് എക്സ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ ഇ പവർ മൈനസ് എക്സ് ഇ പവർ മൈനസ് എക്സ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് എടുക്കുക. സോ ഡിറ്റർമിനൻ്റ് എടുക്കുമ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടുന്ന ആൻസറാണ് ഇ പവർ മൈനസ് 2x. സോ നമുക്കിപ്പോൾ കറക്റ്റ് ഓപ്ഷൻ നോക്കാം. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 2 ആണ്.